എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത്. ഈ അബാക്കസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അബാക്കസ് എന്താണ് അബാക്കസ് എന്ന് എനിക്കും വളരെ കൃത്യമായിട്ടൊന്നും അറിയില്ല. എന്തോ കണക്ക് കൂട്ടാനുള്ള ഒരു വിദ്യ എന്തോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു സ്ലേറ്റ് പോലെ ഒരു സാധനം, കുറേ കമ്പികളുണ്ടാവും. ആ ഓരോ കമ്പികളിലും ഓരോ ഈ ബോൾസ് പോലെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ട് എന്തോ കണക്ക് കൂട്ടുന്നത്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണക്ക് കൂട്ടലും കുറയ്ക്കലും ഗുണനവും ഒക്കെ നമ്മൾ കൈവിരൽ കൊണ്ടും ചെറുപ്പത്തിലൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ, അതുപോലെ പിന്നെ കുറേ ഗുണനപ്പട്ടികൾ പഠിച്ചിട്ടും. പക്ഷേ അതിലും ഗംഭീരമായിട്ടുള്ള എന്തൊക്കെയൊക്കെ സാധനങ്ങളാണ്. ഒരുപാട് പെട്ടെന്ന് ഇന്നത്തെ കാലത്ത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ അബാക്കസ് പഠിച്ചാൽ നല്ലൊരു സംഭവമാണെന്നൊക്കെ കേട്ട്, അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞ് ഞാനിവിടെ വന്നതാണ്. നമുക്ക് കൂടുതൽ അബാക്കസിനെ കുറിച്ചും ഇവിടെ എന്താ പരിപാടി നടക്കുന്നതെന്നും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്കറിയുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നേരെ പോകാം. ഹായ് മാഡം. മാഡം ഇവിടെ എന്ത് പർപ്പസിനാണ് വന്നിരിക്കുന്നത്? എന്തോ SMA അബാക്കസിന്റെ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ നടക്കുകയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത്. എനിക്ക് അബാക്കസിന്റെ എന്തോ ഒരു കൺവെൻഷനോ എന്തോ ഒന്നും മനസ്സിലായി, പക്ഷെ എന്താണ് കൃത്യമെന്നൊന്നും പറഞ്ഞു തരാമോ? ഇവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നത്? ഞാൻ എന്റെ 2 കുട്ടികളെ കൊണ്ട് വന്നതാണ്. ഓ ശരി. 7th-ലും ഒരാൾ 4th സ്റ്റാൻഡേർഡിലും പഠിക്കുന്നു. ഓ ശരി. ഒരാൾ ലെവൽ 2 ആണ് ക്വാളിഫൈ ആയിരിക്കുന്നത് ഈ കോമ്പറ്റീഷൻ. കുറച്ചുറക്കെ പറയണേ. മൂത്താള് ലെവൽ 2 ആണ് ക്വാളിഫൈ ആയത്. ഓ ലെവൽ 2. എത്ര ലെവൽ ഉണ്ട് അബാക്കസിന്? അപ്പോൾ 8 ഉണ്ട്. 8 ലെവൽസ് ഉണ്ട് അല്ലേ? ഓ ശരി. അപ്പോൾ ലെവൽ 2ലും പിന്നെ ലെവൽ 1-നും ആണ് പഠിക്കുന്നത്. ലെവലില് ക്വാളിഫൈ ആയിട്ടാണ് ഇവിടെ. ഓ ശരി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ അബാക്കസ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് നല്ലൊരു മെച്ചമുണ്ടോ? അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അത് വളരെ നല്ലതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം മാത്സ് കാൽക്കുലേഷൻസ് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. തന്നെ ഈ ഈവെന്റില് കുറെ കുട്ടികളെ ചാമ്പ്യൻസ് ആയിട്ടുള്ളവർ പെർഫോം ചെയ്യുന്നത് പ്രോഗ്രാംസ് നമുക്ക് കാണാൻ പറ്റും. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. ഓ ശരി ശരി. കുട്ടികളെ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് വെരി ഗുഡ് വെരി ഗുഡ്. കാൽക്കുലേറ്ററിനേലും കമ്പ്യൂട്ടറിനേക്കാളൊക്കെ ഭയങ്കര സ്പീഡിലാണ് കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതിപ്പോ നമുക്ക് ഉള്ളിൽ പോയാൽ കാണാൻ പറ്റും അല്ലേ? മാഡത്തിന്റെ പേര്? എന്റെ പേര് വേർജിൻ. എവിടെന്നാ വരുന്നേ? പാല. ഓക്കെ ഓക്കെ, താങ്ക് യു കേട്ടോ. ഉള്ളിൽ നടക്കുന്ന പരിപാടികൾ എന്താണെന്ന് പുറത്ത് നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു കൂറ്റൻ സ്ക്രീന് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി എന്താണെന്ന് നോക്കാം. ആ വീട്ടമ്മ പറഞ്ഞത് എന്തോ ഒരു നാഷണൽ ലെവൽ SMA അബാക്കസിൻ്റെ നാഷണൽ എന്തോ കോൺടെസ്റ്റാണ് അബാക്കസിൻ്റെ എന്നാണ് മനസ്സിലായത്. ആ വീട്ടമ്മ പാലയിൽ നിന്നാണ് വരുന്നത് കേട്ടോ, എറണാകുളത്തേക്ക്. ഏതായാലും സംഘാടകർ ഇവിടെ ഒരു സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട്. അത് ഈ വരുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ വലിയൊരു അനുഗ്രഹം തന്നെ ആയിരിക്കും. നമുക്ക് ഏതായാലും ഉള്ളിലോട്ട് പോയിട്ട് നോക്കാം. കുറേ മഞ്ഞ യൂണിഫോം ഇട്ട ഒരുപാട് പിള്ളേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാനായിട്ട് വന്നവരായിരിക്കണം. നമുക്ക് ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോറല്ല, ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ പരിപാടികൾ നടക്കുന്നത്. എല്ലാവരും മുകളിലോട്ടാണ് പോകുന്നത്. നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം എന്താണ് പരിപാടികൾ നടക്കുന്നതെന്ന് നോക്കാം. കുറേ അച്ഛനമ്മമാരെ പേരൻസ് ആയിരിക്കും. ഈ പേരൻസ് കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ടുള്ള ധാരാളം പേരൻസ് ഉണ്ട്. അതോ ഉള്ളിലോട്ട് നോക്കുമ്പോഴാണ് എന്തോരം ആളുകളാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ ദൈവമേ, ദാ കണ്ടമാനം ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഈ ഹോള് നിറയെ ആൾക്കാർ. അഡീഷൻ സബ്ട്രാക്ഷൻ അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ കുട്ടികളുടെ അടുത്തൊരു ക്വിസ് മാസ്റ്റർ ചോദിക്കുന്നു. കുട്ടികൾ അതിന് ഞൊടിയിടയിൽ ഉത്തരം പറയുന്നതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കൊന്ന് മുമ്പിലോട്ട് പോയിട്ട് നോക്കാം. അവിടെ അടുത്ത ഒരു മത്സരം എന്തോ നടക്കാനുള്ള ആ ഒരു പ്രോഗ്രാം ആരംഭിക്കാൻ പോവാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ ഒരു മത്സരം നടക്കാൻ പോവുകയാണ്. ഒരു പേരന്റ് സ്റ്റേജിലോട്ട് കയറി വന്നിട്ട് ആ ബോർഡിൽ ഒരു 20 സംഖ്യകൾ എഴുതും, ഒറ്റ സംഖ്യകൾ. അത് രണ്ടുപേരും ഒരേ സമയത്ത് കൂട്ടും. അതായത് ഒരാൾ കാൽക്കുലേറ്ററിലും കൂട്ടും. ഇവിടെ സ്റ്റാർട്ട് പറയുന്ന സമയത്ത് കുട്ടികളും അത് കൂട്ടാൻ ആരംഭിക്കും. അപ്പോൾ അതാണ് ഒരു മത്സരം. അത് ശരിയാണോ തെറ്റാണോ എന്ന് കാൽക്കുലേറ്ററിൽ ഒരു പേരന്റ് നോക്കും, കുട്ടികളത് മനക്കണക്കായിട്ട് പറയും. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ബോർഡിൽ എഴുതിയ സംഖ്യകൾ ക്വിസ് മാസ്റ്റർ വായിക്കുന്ന സമയത്ത് കുട്ടികളത് മനക്കണക്കായിട്ട് ചെയ്യാൻ തുടങ്ങുകയും അതേസമയം ഒരു പേരന്റ് കാൽക്കുലേറ്ററിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങുകയും വേണം. Alright, ready my champions and my dear parent. Okay, ready. 986543268733246
63721. That is 95. ചോദ്യം ചോദിച്ചു കഴിഞ്ഞതും ഉത്തരം പറഞ്ഞതും ഒക്കെ ഒപ്പമായിരുന്നു കുട്ടികൾ. എന്നാൽ ആ പേരൻറ്റിനാണെങ്കിൽ കാൽക്കുലേറ്ററുള്ളത് കംപ്ലീറ്റ് കൂട്ടി നോക്കാൻ സാധിച്ചതുമില്ല. അതാണ് ഈ അബാക്കസിൻ്റെ ഒരു മഹത്വം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് വളരെ ക്വിക്കായിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുകയാണ് ഈ അബാക്കസ് പഠിക്കുക വഴി നമുക്ക് സാധിക്കുന്നത്. ഇതുപോലെ പല രീതികളിലുള്ള ഡെമോൺസ്ട്രേഷൻസ് ആണ് പിന്നെ സ്റ്റേജിൽ കണ്ടത്. 2 ഡിജിറ്റ്, അതുപോലെ 3 ഡിജിറ്റ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഡെമോൺസ്ട്രേഷൻ അവിടെ നടന്നു. ഇനി അടുത്ത ഒരു ഇനമാണ് നമ്മളെ ഞെട്ടിക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കിക്കൊള്ളുക. ഒരു കുട്ടി ഒരേ സമയത്ത് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയും. അപ്പോൾ അത് ഒരു കുട്ടി മൃദംഗം വായിക്കുന്നു, അതേ സമയത്ത് കണക്ക് കൂട്ടലുകൾ ചെയ്യുന്നു. 27, 81, 47, 74. That is very good. 917, 612, 784. That is very good. Yes. Amazing. Thank you so much, Abhishek Awad. Let's give a huge round of applause for him. 1 363 is 363, 2 363s are 726, 3 363s are 1089, 4 363s are 1452, 5 363s are 1850. ഈ കുട്ടിയുടെ വൈഭവം ഒന്ന് കാണണേ. ഏത് 3 ഡിജിറ്റ് നമ്പർ നമ്മൾ പറഞ്ഞാലും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആ കുട്ടി പറയുകയാണ്. ഇപ്പോൾ ഇവിടെ സദസ്സിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആ കുട്ടി അവിടെ നിന്ന് പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. കാണണേ നമ്മുടെ അബാക്കസിൻ്റെ ഒരു കഴിവ്. Another 3-digit number. നമ്മളിപ്പോൾ SMA അബാക്കസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സുരേഷ് ബാബുവിൻ്റെ കൂടെയാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവിടെ എന്താണ് നടക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചത് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്നൊക്കെ പറയില്ലേ, അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഞാൻ സുരേഷ് ബാബു, SMA അബാക്കസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇന്ന് ഇവിടെ ഒരു സെലിബ്രേഷനാണ് നടക്കുന്നത്. അബാക്കസ് SMA അബാക്കസിൽ പഠിച്ച കുട്ടികളുടെ ടാലൻറ്റ് കോൺടെസ്റ്റ് 17th, അതായത് 17ാമത് SMA അബാക്കസ് നാഷണൽ ടാലൻറ്റ് കോൺടെസ്റ്റാണ് ഇന്നിവിടെ നടക്കുന്നത്. 3000-ഓളം കുട്ടികളും അവരുടെ പാരൻസും ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പല പല ഹാളുകളിലായിട്ടാണ് ഈ കോൺടെസ്റ്റ് നടക്കുന്നത്. പല ലെവൽസും പല സ്റ്റാൻഡേർഡ് വൈസ് ഗ്രൂപ്പുമായിട്ടുള്ള പല പല ബാച്ചിലായിട്ട് എക്സാം പല പല ഹാളിലായിട്ട് നടക്കുന്നു. ഇവിടെ മെയിൻ ഹാളിൽ നമ്മുടെ ഡെമോൺസ്ട്രേഷൻസ്, ഈ അബാക്കസ് പഠിച്ച കുട്ടികളുടെ ഡെമോൺസ്ട്രേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ അബാക്കസിന് 8 ലെവലുണ്ട്. 8 ലെവലും കഴിഞ്ഞ കുട്ടികളുടെ ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ സ്റ്റേജിൽ കാണിക്കുന്നത്. ഓവറോൾ കുട്ടികളുടെ മാത്സിലെ കഴിവ് മാത്രമല്ല, കുട്ടികളുടെ പല കഴിവുകളും, മെമ്മറി, കോൺസെൻട്രേഷൻ, ഒബ്സർവേഷൻ സ്കിൽ, അങ്ങനെ പല കഴിവുകളും അബാക്കസ് കോച്ചിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു പ്രോഗ്രാമാണിത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. So requesting everyone to kindly rise as a first batch of graduates came onto the stage. Everyone kindly rise and give a huge round of applause for them, please. Requesting everyone to kindly rise. കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ഒരു കുടുംബമാണിത്. കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആരാണിത്? മോളാണ്. ഇയാള് മോനാണ്. ഇവർ രണ്ടുപേരും പഠിക്കുന്നുണ്ടോ? ഏതിനാണ് പഠിക്കുന്നത്? എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ് സാറേ. ഡെവലപ്മെന്റും അറ്റൻഷനും ഒക്കെ കിട്ടുന്ന ഒരു കുറെ മാത്തമാറ്റിക്കൽ ട്രിക്സും ഒക്കെ ഇതിലൂടെ ഉണ്ട്. വെരി ഗുഡ്. അതിലൂടെ കുട്ടികൾക്ക് ഒരു അറ്റൻഷൻ, ഇവർക്ക് നല്ലതുപോലെ ഒരു മാത്സ് കൈകാര്യം ചെയ്യാനും അതുപോലെ
കുറിച്ചുള്ള മാത്തമാറ്റിക്കൽ ടിപ്സ് ആണ്. അത് ശരി. അതൊക്കെ ചെയ്യുന്നതിലൂടെ കൂടുതൽ അറ്റൻഷൻ എന്ന് വെച്ചാൽ ഇവർക്ക് വേറെ ആക്ടിവിറ്റീസിലോട്ടൊക്കെ പോകാതെ ഒരു ബ്രെയിൻ അറ്റൻഷൻ അവർക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ അബാക്കസിൽ ഉള്ളത്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. വളരെ ഹെൽപ്ഫുൾ ആണല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഒരു പാർട്ട് 2 നിങ്ങൾക്ക് അടുത്ത് തന്നെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നതാണ്. വളരെ ഉദ്വേഗജനകമായിട്ടുള്ള പാർട്ട് 1 നമ്മൾ കൂടുതലും ഡെമോൺസ്ട്രേഷൻസും എന്താണ് അബാക്കസ് എന്നുള്ളതിനെ കുറിച്ച് കാര്യങ്ങളാണൊക്കെയാണ് നമ്മൾ കാണിച്ചത്. പാർട്ട് 2 കൂടുതൽ ഉദ്വേഗജനകമായിട്ടുള്ള പല കോമ്പറ്റീഷൻസും ഒക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 2 എല്ലാവരും കാണുക. നിങ്ങൾക്ക് ഏവർക്കും വണക്കം.